വൈദ്യുതി വൈദ്യുതിയില്ല. ഇല്ല. നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ സമരങ്ങൾ ചെയ്ത് അതിൻ്റെ ഒരു ഭാഗങ്ങൾ പോലും ഇതുവരെ അവർ ഇങ്ങോട്ട് അത് അങ്ങനെ ഇങ്ങനെ ആയിട്ട് എന്ന് പറഞ്ഞ ഒരു കുറച്ച് റേഷൻ കാർഡ് മാത്രം നമുക്ക് കുറച്ച് പേർക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ഭാഗം മാത്രമേ ചെയ്തില്ല. ഇതിനകത്ത് വന്നാലും ഇവിടെ നമുക്ക് രാഷ്ട്രീയമായിട്ടൊരു ഭാഗമില്ലല്ലോ, ഇതിനകത്ത് രാഷ്ട്രീയമില്ല. പന്നിയുണ്ട്, ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, അങ്ങനെ പറയുന്ന എല്ലാ മൃഗങ്ങളും ഇപ്പോൾ വനത്തിൻ്റെ അകൃത്യമായിക്കൊണ്ട് ഇവരെല്ലാവരും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇവരുമായിട്ട് പലരുമായിട്ട് ഇവർ സംഘം മുട്ടുന്നുണ്ട്. ഇപ്പോഴും ആന വന്ന് കയറുന്നുണ്ട്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള മറുനാടൻ മലയാളിയുടെ സർവേ ടീം ഇപ്പോൾ കോന്നി മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. കോന്നി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചെങ്ങറ സമരഭൂമി. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ലാഹ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഭൂരഹിതരായ സാധുക്കൾ കയ്യേറി കുടിൽ കെട്ടിയ ചെങ്ങറ സമരഭൂമി ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ കുറുമ്പറ്റി ഡിവിഷനിലായിരുന്നു. ഇവിടെ പിന്നീട് അന്ന് ഈ സമരം അടിച്ചമർത്താൻ ഇവിടെ വന്ന സർക്കാരുകൾ നിരവധി ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ ഈ സമരഭൂമിയിൽ ജനജീവിതം തളിർക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ ഇലക്ഷൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും വന്നു ചേരേണ്ട ഒരു ഇടമാണ് ഈ ചെങ്ങറ സമരഭൂമി എന്ന് തോന്നുന്നു. സിറ്റിംഗ് MLA ജനീഷ് കുമാറാണ് ഇവിടുത്തെ CPM സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥി. UDFന് വേണ്ടി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ മത്സരിക്കുന്നു. NDIക്ക് വേണ്ടി BDJSൻ്റെ TP സുന്ദരേശനാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെങ്ങറ സമരഭൂമിയുടെ മുന്നിൽ നിൽക്കുന്നു. ഈ ചെങ്ങറ സമരഭൂമിക്ക് വന്ന ഒരു മാറ്റം, മുൻപ് ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ റബ്ബർ തോട്ടമായിരുന്ന കാടും പടലും പിടിച്ച് കിടന്ന സ്ഥലം ഇവിടെ ഭൂരഹിതർ കയ്യേറി കുടിൽ കെട്ടി. പിന്നീട് ആ ഭൂരഹിതരെ സർക്കാരുകൾ മാറി മാറി വന്ന സർക്കാരുകൾക്ക് അംഗീകരിക്കേണ്ട സ്ഥിതി വന്നു. താൽക്കാലിക കുടിലുകളിൽ നിന്ന് സ്ഥിരം വീടുകളിലേക്ക് അവരുടെ താമസവും വാസവും എല്ലാം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ചെങ്ങറ ഭൂമിയിലുള്ള ഇവിടുത്തെ താമസക്കാരിൽ ചിലർ നമ്മോടൊപ്പമുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെ? സുനിൽ. എവിടെ ശരിക്കുള്ള വീട് എവിടെയാണ്? ഇവിടെ വന്നിട്ട് എത്ര കാലമായി? ഞാൻ ഇവിടെ വന്നിട്ട് 20 വർഷം. ഈ സമരം തുടങ്ങിയ കാലം തൊട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നിലവിൽ ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട്? ഞങ്ങളൊരു 750 കുടുംബങ്ങൾ സ്ഥിരമായിട്ടുണ്ട്. ഇവർക്കെല്ലാം ഈ തൊഴിലുണ്ടോ? എവിടെയാണ് അവർ തൊഴിലിനൊക്കെ പോകുന്നത്? തൊഴിലെന്ന് പറയുമ്പോൾ പുറത്തുള്ള തൊഴിലുകളാണ്. അപ്പോൾ നിലവിൽ നേരത്തെ നിങ്ങളെ സർക്കാർ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്? നമുക്ക് സർക്കാരിൽ നിന്ന് കുറച്ച് പേർക്ക് റേഷൻ കാർഡ് കൊടുത്ത് ആ ഒരു ഭാഗമായിട്ട് മാത്രമേ വിളി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കുറച്ച് പേർ താൽക്കാലികം. വൈദ്യുതി ഉണ്ടോ? വൈദ്യുതി ഇല്ല. ഈ വീടുകളൊക്കെ അപ്പോൾ നിങ്ങൾ എങ്ങനെ? ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്തതാണ്. സോളാറുണ്ടോ? സോളാർ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ചെറുതായാലും വരെയൊന്നും മേടിച്ചു വെച്ചിട്ടുണ്ട്. KSEBിയുടെ കണക്ഷൻ ഉണ്ടോ? ഇല്ല, അതിൻ്റെ ഒന്നുമില്ല. വെള്ളത്തിനൊക്കെ എന്ത് ചെയ്യുന്നത്? വെള്ളത്തിന് നമ്മൾ വെളിയിൽ നിന്ന് ഇപ്പം വെള്ളം നമ്മൾ വിലക്ക് മേടിക്കുക. ഓക്കെ. അപ്പം നിങ്ങൾക്കൊക്കെ ഈ ഭൂമി പതിച്ച് കിട്ടാനുള്ള പ്രതീക്ഷയുണ്ടോ? അങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ആ രീതിയിലാണ് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്. ആണ്. അപ്പോൾ ഇതിനിടയ്ക്ക് സർക്കാർ ആ രീതിയിൽ വല്ലതും നിങ്ങളെ സമീപിക്കുകയല്ലോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സമീപനം ഇതുവരെ ആയിട്ടില്ല. ഉണ്ടല്ലോ. സ്ഥലം MLA അടക്കം ഒന്നും ആയിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെയാണോ വോട്ടുള്ളത്? അല്ലല്ല, പല സ്ഥലത്ത് നാടിന്റെ പല ഭാഗത്തിലാണ്. നിങ്ങൾക്കൊക്കെ പുല്ലൂര പത്തനാപുരത്താ വോട്ട്. അത് ശരി. അപ്പം നമ്മളിവിടെ കുടുംബങ്ങളായിട്ട് വീട്ടുകാർ മൊത്തം ഇവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ? നമ്മൾ കുടുംബമായിട്ടാണ് ഇവിടെ ഭൂരിപക്ഷം ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ പത്തനാപുരത്തൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല. അപ്പോൾ ശരിക്കും ഇത് തുടങ്ങി വെച്ചത് ലാഹ ഗോപാലിനാണ്. ഈ സമരം തുടങ്ങി വെച്ചത്. അദ്ദേഹം ഇപ്പോൾ മരിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇത് 4 വർഷത്തോളമാണ്. ഇപ്പം നിലവിൽ നിങ്ങളിവിടെ പ്രത്യേകിച്ച് പിന്നെ സർക്കാരിലേക്ക് നിവേദനങ്ങളോ വല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളോ എന്തെങ്കിലും നടത്തുന്നുണ്ടോ? നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ സമരങ്ങൾ ചെയ്ത് അതിൻ്റെ ഒരു ഭാഗങ്ങൾ പോലും ഇതുവരെ അവർ ഇങ്ങോട്ട് അത് അങ്ങനെ ഇങ്ങനെ ആയിട്ട് എന്ന് പറഞ്ഞ ഒരു കുറച്ച് റേഷൻ കാർഡ് മാത്രം നമുക്ക് കുറച്ച് പേർക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ഭാഗം മാത്രമേ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആർക്കെങ്കിലും ഈ കോന്നി മണ്ഡലത്തിൽ വോട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ ഈ താമസിച്ചുകൊണ്ടിരിക്കുന്നത്? ഉണ്ട്. കോന്നി മണ്ഡലത്തിൽ വോട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെ തേടി രാഷ്ട്രീയ കക്ഷികൾ വരാറില്ലേ വോട്ട് ചോദിക്കാൻ? അത് ഇതിനകത്ത് വന്നാലും ഇവിടെ നമുക്ക് രാഷ്ട്രീയമായിട്ടൊരു ഭാഗമില്ലല്ലോ, ഇതിനകത്ത് രാഷ്ട്രീയമില്ല. പിന്നെ വോട്ട് ചെയ്യേണ്ടത് സാറ് ഇരുന്ന കാലത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ വോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അവകാശമായിട്ട് വോട്ട് നമ്മൾ അത് ഏത് രാഷ്ട്രീയം വന്നാലും വോട്ട് അത് കറക്റ്റായിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണം, വസ്ത്രം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു തരുന്നുണ്ടോ? അത് കുറച്ച് നാളിന് മുന്നേ അതങ്ങനെ ഒരു ഭാഗമൊക്കെ അവർ ചെയ്തായിരുന്നു. പിന്നെ അങ്ങനെയില്ല. ഈ കൊറോണ സമയത്തൊക്കെ കൊണ്ടുതന്നല്ലേ? കൊറോണ സമയത്തൊക്കെ കൊണ്ടുതന്നു. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ പ്രധാന ആവശ്യം നിങ്ങൾക്ക് ഈ ഭൂമിക്ക് പട്ടയം കിട്ടുക. പിന്നെ ഇവിടെ വെട്ടവും വെളിച്ചവും ഇല്ല. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അവിടെ മൂന്ന് സ്കൂൾ വണ്ടി കയറി ഇറങ്ങുന്നൊരു ഭാഗമായിരുന്നു.
ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടുന്ന് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ 2.5 കിലോമീറ്ററോളം നമ്മുടെ ആൾക്കാരകത്ത് കിടക്കുക. ഉണ്ട്. ഈ റോഡും ഇത് തന്നെ ഇങ്ങനായിട്ട് കിടക്കും. ഈ വണ്ടി പോലും അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇല്ല. അതിപ്പോൾ ഇവിടെ ഒരു പാലം വന്നിട്ടുണ്ടല്ലോ, ഇത് പുതിയതല്ലേ? അത് നേരത്തെ ഞങ്ങൾ ചെയ്തേ. നിങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ കൂട്ടുകുടുംബക്കാരെല്ലാം കൂടെ ഇതിനകത്ത് കിടക്കുന്നവരെല്ലാം കൂടെ കൂടി ചെയ്തേ. ശ്രമദാനമായിരുന്നു. ഇതിനകത്തുള്ള അത് അന്ന് ഗോപാൽജി ഉള്ള സമയത്ത് ഉള്ള സമയത്താണ്. അപ്പോൾ ഇവിടെ ഈ ചെങ്ങറ സമരഭൂമിയിലൊക്കെ മരണം അടയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരെ നമ്മൾ എവിടെ സംസ്കരിക്കുന്നത്? നമ്മളൊരു 6 ഏക്കർ എന്ന് പറയുന്നത് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു 6 ഏക്കർ നമ്മൾ ഭൂമി സാറിയിരുന്ന സമയത്ത് നമ്മൾ അതിന് സംവിധാനം ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പം നമ്മൾ അതിനകത്ത് എങ്ങനെയായാലും 10-30 പേരോളം ഇപ്പം നമ്മൾ അതിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. ഇത് ആദിവാസി ദളിത് വിഭാഗങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ, അതോ മറ്റ് ജാതക്കാരും സമുദായക്കാരും? സാറ് പിന്നെ ചെയ്തു വെച്ചൊരു പാത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദിവാസി മാത്രമല്ല 3 വിഭാഗത്തിലാണ് ഞങ്ങൾ സമരം ചെയ്ത്. ഇല്ല, 3 വിഭാഗത്തിലാണ് ഞങ്ങൾ സമരം ചെയ്തെടുത്തത് ആദ്യം മുതൽ. അപ്പോൾ ഇതിനകത്ത് മറ്റ് മതവിഭാഗ ക്രൈസ്തവർ, മുസ്ലിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ? ഉണ്ട്. 1-2 വീട്ടുകാരും ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഒന്നിച്ചാണ് ഇതിനകത്ത് നിൽക്കുന്നത്. എല്ലാം ഒന്നിച്ചാണ്. ഭൂരഹിതർ എന്നുള്ള ഒരു അടിസ്ഥാനമായിട്ട് എല്ലാ വിഭാഗപ്പെട്ട ആൾക്കാരും ഇതിനകത്തുണ്ട്. കാരണം എൻ്റെ പേര് ശശി എന്നാണ്. ഞാൻ മണ്ണന്തല, അതായത് തിരുവനന്തപുരം മണ്ണന്തല കേശവസ്ഥലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇവിടെ വന്ന. 20 വർഷം കഴിഞ്ഞു. എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ എൻ്റെ 2 മക്കളും ഇവിടെ വന്നാണ് പ്രായമായി കല്യാണം കഴിച്ചു. അവരെ മക്കൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നു, 5, 6, 7 ഒക്കെ. അപ്പോൾ അത്രയും ഇതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ അപ്പുറമായിട്ട് താമസിക്കുന്നു. എനിക്കൊരു കൊച്ചു പീടിക്കട ഇവിടെ ഉണ്ട്. അതുമായിട്ട് ഇങ്ങനെ നമ്മളെ ജീവിതം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വോട്ടുണ്ടോ? ഇവിടെ വോട്ടില്ല. വോട്ട് നാട്ടിലാണ്. പക്ഷേ വോട്ടെല്ലാം ഇപ്പം നാട്ടിലും ഇല്ലാതെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഒരവസ്ഥ. കാരണം എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആ ഒരു രീതിയിലേക്ക് പല വിധത്തിലും സർക്കാരും അപ്പോൾ നാട്ടുകാരുമായിട്ട് ഇപ്പോൾ പുള്ളി അങ്ങനെയാണ് അവിടെയാണ് എന്നൊക്കെ ഉള്ള ആ ഒരു ലെവലിൽ ആണിപ്പോൾ. അങ്ങനെ പിന്നെ പോകാറുമില്ല. അത് തന്നെയാണ് സത്യം. ഈ മുമ്പ് ഈ സമരം നടക്കുന്ന സമയത്ത് ഈ സ്ഥിരമായിട്ട് ഇവിടെ മാധ്യമങ്ങൾ നിങ്ങളുടെ ഇത് അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഈ മാധ്യമങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് കൂടെ വന്നായിരുന്നു ഒരു ആൾക്കാർ. അത് ആരാണെന്ന് ചോദിച്ചാൽ ബുക്കിൽ നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഒരു പാർട്ടി വന്നായിരുന്നു. അവരും ഇതേപോലെ ഞങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അവർ ഇവിടെ വന്ന് ഇതെല്ലാം ഫോട്ടോ എല്ലാം എടുത്തു. ഞങ്ങളെല്ലാം സമീപിച്ചു. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്ത്. പിന്നെ ഇപ്പം നമ്മുടെ MLA ദിനേശ് കുമാറാണല്ലോ. അപ്പോൾ പുള്ളി ഇവിടെ വന്നു. ഞങ്ങൾക്കിപ്പം റേഷൻ കടയൊക്കെ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചു. പുതിയ റേഷൻ കട ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. അങ്ങനെ അത് പിന്നെ ബന്ധപ്പെട്ട മന്ത്രിമാരും അങ്ങനെ അതിലുള്ള പ്രമുഖ ആൾക്കാരെല്ലാവരും ഇവിടെ വന്ന് ഇത് സഹകരിക്കുകയും ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ 2ാമത്തെ ഘട്ടം ഞങ്ങൾക്ക് റേഷൻ തന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും വനമേഖലയാണ്. ഈ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം നിങ്ങൾക്കുണ്ട്? അതേ ഉള്ളൂ. പന്നിയുണ്ട്, ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, അങ്ങനെ പറയുന്ന എല്ലാ മൃഗങ്ങളും ഇപ്പോൾ വനത്തിൻ്റെ അകൃത്യമായിക്കൊണ്ട് ഇവരെല്ലാവരും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ പലരുമായിട്ട് ഇവർ സംഘങ്ങൾ മുട്ടുന്നുണ്ട്. ഇപ്പോഴും ആന വന്ന് കയറുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ സർക്കാർ ഒരു വശത്തൂടെ ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ ഇതിൽ അവർ എർത്തിട്ട് തന്നു. ഇനി കുറച്ച് എർത്ത് ഇടാൻ കിടക്കുന്നു. അത് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. കേരളത്തിൻ്റെ ഭൂസമര ചരിത്രത്തിലെ ഏറ്റവും അധികം അടയാളപ്പെടുത്തിയ ഒരു സമരമായിരുന്നു ചെങ്ങറ ഭൂസമരം. കേരളത്തിൻ്റെ ഭൂസമരങ്ങളിൽ സമാനതകളില്ലാത്ത ഒരു സമരമായിരുന്നു. ഒരുപക്ഷെ ഏറെക്കുറെ ഏതാണ്ട് 90% വിജയം കണ്ട ഒരു ഭൂസമരമായിരുന്നു ചെങ്ങറ ഭൂസമരം. ളാഹ ഗോപാലൻ എന്ന നേതാവിന് കീഴിൽ ആദിവാസി പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ ചേർന്ന് നടത്തിയ ഒരു 2000-ഓളം കുടിലുകളാണ് ആ സമയത്ത് അന്നിവിടെ കെട്ടിയത് ഈ ഭാഗത്ത്. പിന്നീട് ഈ ഭൂമിയിൽ അന്ന് 2000-ഓളം കുടിലുകൾ കെട്ടി അവിടേക്ക് കടന്നു വരാൻ പോലും അധികാരികളെ സമ്മതിക്കാത്ത വിധത്തിലുള്ള ഒരു സമരമാണെന്ന് അരങ്ങേറിയത്. പിന്നീട് ഒരു വിഭാഗം ഇവിടെ തന്നെയുള്ള ഒരു വിഭാഗം കൈവശക്കാർ അവർ ഇവിടെ നിന്ന് അവർക്ക് പട്ടയം നൽകുമെന്ന് അറിഞ്ഞതോടെ അവർ പട്ടയവും വാങ്ങി ഇടുക്കിയിലെ വിവിധ മേഖലകളിൽ പോയി. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അവർ പറ്റിക്കപ്പെട്ടു എന്നുള്ള ഒരു വിവരം അറിയുന്നത്. അങ്ങനെ ആ സമയത്ത് തിരിച്ചു വന്ന ചിലരുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യകാലങ്ങളിൽ കുടിയേറിയവരും അവരുടെ മക്കളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് ഇന്നിപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചെങ്ങറ ഭൂസമരം ഏറ്റവും അധികം ചരിത്രത്തിൽ വിജയം കണ്ട ഏറ്റവും വലിയ ഭൂസമരങ്ങളിൽ ഒന്നാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഈ ഭൂമിക്ക് പട്ടയം കിട്ടുക, വൈദ്യുതി കിട്ടുക, കുടിവെള്ളം കിട്ടുക, ആതുരാലയങ്ങൾ കിട്ടുക, ഈ ചെങ്ങറ ഒരു ഗ്രാമമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങറ സമരഭൂമിയിൽ നിന്നും ജി വിശാഖൻ, മറുനാടൻ മലയാളി.